ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ ധ്യാനത്തിലൂടെയും ചിന്തകളിലൂടെയും കടന്നു പോകുന്ന നാളുകൾ. 7-ാം നൂറ്റാണ്ടിൽ സിറിയയിൽ ജീവിച്ചിരുന്ന പിതാവാണ് മാർ ഇസഹാക്ക് എന്ന് അറിയപ്പെടുന്ന ഐസക് ഓഫ് നിനവെ. അദ്ദേഹത്തിൻ്റെ ദൈവവഴിയുടെ പാത എന്ന ചിന്തയിൽ പരീക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. സുറിയാനിയിൽ നെസിയോനോ, ഗ്രീക്കിൽ പെർറസ്മോസ് എന്ന 2 പദങ്ങൾക്ക് പ്രലോഭനം, പരിശോധന, പരീക്ഷ, വിചാരണ ഇങ്ങനെ പല അർത്ഥതലങ്ങൾ നൽകുന്നുണ്ട്. തിരുവെഴുത്തിൻ പ്രകാരം 3 വിധ പരീക്ഷണങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. ഒന്നാമത്തത് ദൈവത്തിൽ നിന്നുള്ളത്. അബ്രഹാം മുതൽ ഉള്ള ദൃഷ്ടാന്തങ്ങൾ അതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. രണ്ടാമത്തത് പിശാചിൽ നിന്നുള്ളത്. ആദം മുതൽ ക്രിസ്തു വരെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. മൂന്നാമത്തത് മനുഷ്യനിൽ നിന്നുള്ളത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ മോശയെ ഇസ്രായേൽ ജനം പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കടലിൻ്റെ അഗാധങ്ങളിലേക്ക് മുത്തുകൾ തേടിപ്പോകുന്നവരെയാണ് സത്യാന്വേഷി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എത്രയോ ചിപ്പികൾ പരതിയാലാണ് അവർക്ക് ഏറ്റവും നല്ലത് ലഭിക്കുക. വമ്പൻ സ്രാവുകളെ കടന്നു പോകണം. തിരകളെ മുറിച്ച് ശ്വാസമടക്കി ആഴങ്ങളിലേക്ക് അവർ കുതിച്ചാൽ മാത്രമേ ഏറ്റവും നല്ല ചിപ്പികൾ അവർക്ക് ലഭിക്കൂ. ദൈവസ്നേഹത്തിൻ്റെ അത്യഗാധങ്ങളിലേക്ക് ഇറങ്ങും തോറും പരീക്ഷകളുടെ കാഠിന്യമേറും എന്നാണ് പരിശുദ്ധനായ മാർ ഇസഹാക്ക് നമ്മളെ ഓർപ്പിക്കുന്നത്. ഇതൊരു ആത്മീയ നിയമമാണ്. ദൈവസ്നേഹിതർക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ അവർ അച്ചടക്കത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ളതാണ്. ആലസ്യം, ശാരീരിക ക്ഷീണം, ചിന്താക്കുഴപ്പം, സന്ദേഹം, താൽക്കാലികമായി പ്രതീക്ഷ നഷ്ടമാകൽ, മ്ലാനത, മനുഷ്യരിൽ നിന്ന് സഹായം ലഭിക്കാതെ വരിക, വിചാരങ്ങളിലെ അന്ധകാരം എന്നിങ്ങനെ പലതുമാണ് ദൈവസ്നേഹിതർ നേരിടുന്ന പരീക്ഷകൾ. പിശാചിൽ നിന്നുള്ള പരീക്ഷകളാകട്ടെ മുൻകോപം, നിഗളം, അതിവൈകാരികത, സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കാനുള്ള ത്വര, തർക്കിക്കാനുള്ള പ്രിയം, കുറ്റപ്പെടുത്താനുള്ള താല്പര്യം, പരപുച്ഛം നിറഞ്ഞ ഹൃദയം, ചിന്താശൂന്യത, ദേവദൂഷണം പറച്ചിൽ എന്നിവയാണ്. ഒരുവൻ നേരിടുന്ന പരീക്ഷകൾ നിർണയിക്കും അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്നും ശത്രുവെന്നും. അതിനാൽ ഓരോ പരീക്ഷയും അന്ത്യന്യായവിധിക്ക് മുമ്പുള്ള ന്യായവിധിയാണ്. അഹങ്കാരം കൊണ്ടും സ്വയം ശിഥിലത കൊണ്ടും പിശാചിന് സ്വയം ഏൽപ്പിക്കുന്നവൻ ദൈവത്തെയാണ് പരീക്ഷിക്കുന്നത് എന്ന് ആ പരിശുദ്ധ പിതാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ സ്വയമേ സാത്താനെ വിട്ടുകൊടുക്കാതെ നമ്മുടെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും അനുതാപത്തോടുകൂടി, ഏറ്റവും നിർമ്മലതയോടുകൂടി ഈ പരിശുദ്ധ നോമ്പ് അനുഷ്ഠിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.